ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണ്. ഹരിയാനയിലെ ഗുഡ്ഗാവ് സ്വദേശി സഞ്ജയ് യാദവ്. അദ്ദേഹം വെസ്റ്റീജ് എന്ന കമ്പനിയിലെ ഒരു ലീഡറാണ്. അതെ. വളരെ സാധാരണമായ ഒരു ജീവിതത്തിൽ നിന്ന് അസാധാരണമായ ഒരു സാമ്പത്തിക വിജയത്തിലേക്കെത്തിയ ഒരു യാത്ര. അതാണ് നമുക്ക് മുന്നിലുള്ളത്. ശരിയാണ്. പക്ഷെ നമ്മളിവിടെ ഈ കഥ അതുപോലെ പറയുക എന്നതിലുപരി അല്ല, ഇതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ ആളുകളെ ഇത്രയധികം ആകർഷിക്കുന്നത് എന്നൊക്കെയൊന്ന് പരിശോധിക്കാം, അല്ലേ? തീർച്ചയായും. ഒരു ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം, അത് എങ്ങനെയാണ് ഒരു ജീവിതമാർഗമായി മാറുന്നത്? നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണ് ഏറ്റവും ശരിയായ തുടക്കം. കാരണം സഞ്ജയ് യാദവിന്റെ യാത്ര തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. അതെ, അദ്ദേഹത്തിന്റെ വെസ്റ്റീജിലേക്കുള്ള വരവ് ഒരു ബിസിനസ് അവസരം തേടിയായിരുന്നില്ല. അല്ല. ഏകദേശം 12 വർഷം മുൻപ് സ്വന്തം അമ്മയുടെ ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നു തുടക്കം. അദ്ദേഹത്തിന്റെ ഒരു സീനിയർ കുറച്ചു വെസ്റ്റീജ് ഹെൽത്ത് സപ്ലിമെന്റുകൾ നിർദ്ദേശിച്ചു. അദ്ദേഹം അത് വാങ്ങി അമ്മയ്ക്ക് കൊടുത്തു. ഇതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. കാരണം ഇവിടെ ഒരു വിൽപ്പനക്കാരൻ ഒരു സാധനം വിൽക്കാൻ ശ്രമിക്കുന്നില്ല. ശരിയാണ്. മറിച്ച് സ്വന്തം അമ്മയുടെ ആരോഗ്യത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മകനെയാണ് നമ്മൾ കാണുന്നത്. അത് കേൾക്കുന്ന ആളുമായി പെട്ടെന്നൊരു വൈകാരിക ബന്ധമുണ്ടാക്കും. അതെ, ആ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് കഥയിലെ ആ ടേണിംഗ് പോയിന്റ് വരുന്നത്. റിസൾട്ട് അല്ലേ? അതെ. വെറും 2 മാസത്തിനുള്ളിൽ അമ്മയുടെ ആരോഗ്യത്തിൽ വളരെ മികച്ചൊരു ഫലം കിട്ടി. ശാന്ത റിസൾട്ട്. അതെ, ഗംഭീരമായ ഫലം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ ഒരു പേഴ്സണൽ അനുഭവം അതാണ് അദ്ദേഹത്തെ വെസ്റ്റീജിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു ബിസിനസ് എന്നതിലുപരി സ്വന്തം കുടുംബത്തിലുണ്ടായ ഒരു നല്ല അനുഭവത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതെ, അത് ആ യാത്രയ്ക്കൊരു ആത്മാർത്ഥത നൽകുന്നുണ്ട്. കാരണം ഇത് എന്റെ അമ്മയെ രക്ഷിച്ച ഉൽപ്പന്നമാണ് എന്നൊരു ചിന്ത വരുമ്പോൾ തീർച്ചയായും അതിനൊരു വൈകാരികമായ മൂല്യം വരും. പിന്നീട് ഈ ബിസിനസ് മറ്റൊരാളോട് പറയുമ്പോഴും ആ ഒരു ആത്മാർത്ഥത വാക്കുകളിലുണ്ടാകും. അപ്പോ ഈ ശക്തമായ അടിത്തറയിൽ നിന്നാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷേ വെസ്റ്റീജിലെത്തുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒട്ടും എളുപ്പമായിരുന്നില്ല. അദ്ദേഹം വേറൊരു കമ്പനിയിൽ 11 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം ആ കമ്പനി അടച്ചുപൂട്ടി. ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലായി. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ടായിരുന്നു എന്നാണ് അദ്ദേഹം അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഓർത്തുനോക്കൂ, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, കാറിന്റെ ഇൻസ്റ്റാൾമെന്റ്, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കേൾക്കുന്ന സാധാരണക്കാരനായ ഏതൊരാൾക്കും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അതെ, അങ്ങനത്തെ ഒരു നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു രക്ഷകൻ വരുന്നതുപോലെ വെസ്റ്റീജ് എന്ന അവസരം മുന്നിലെത്തുന്നത്. അപ്പോ ഉൽപ്പന്നത്തിൽ വിശ്വാസമായി. ഇനി ഇതൊരു വരുമാനമാർഗമാക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അതെ, അതിന്റെ ബിസിനസ് പ്ലാൻ അദ്ദേഹം പഠിച്ചു. ഇന്ന് സഞ്ജയ് യാദവിന്റെ ജീവിതം അത് പൂർണ്ണമായും മാറി. അദ്ദേഹം നേടിയെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. സമയസ്വാതന്ത്ര്യം, അതായത് ടൈം ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം, മണി ഫ്രീഡം, പിന്നെ ആഡംബര ജീവിതം, നല്ലൊരു വീട്. അതെ, 3 ലക്ഷറി കാറുകൾ, വെസ്റ്റീജിലൂടെ ഏകദേശം 20ഓളം വിദേശയാത്രകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ വെറുമൊരു വരുമാനം എന്നതിലുപരി ഒരു ജീവിതശൈലിയിലുള്ള സമ്പൂർണമായ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. അദ്ദേഹം ഈ വിജയത്തിന് നന്ദി പറയുന്നത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? വെസ്റ്റീജ് മാനേജ്മെന്റിനോട്, പിന്നെ വെസ്റ്റീജ് എഡ്യൂക്കേഷൻ സിസ്റ്റം, പിന്നെ അദ്ദേഹത്തിന്റെ അപ്ലൈൻ, അതായത് സീനിയേഴ്സ്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, അപ്ലൈൻ എന്നീ വാക്കുകൾക്കിവിടെ വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? തീർച്ചയായും. കാരണം ഡയറക്റ്റ് സെല്ലിംഗിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സഹായിക്കാനും പഠിപ്പിക്കാനും ഒരു സിസ്റ്റമുണ്ട് എന്ന ഉറപ്പാണ് അത് നൽകുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല. അല്ല. അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. നിങ്ങളുടെ വിജയത്തിൽ അവർക്ക് നേരിട്ടൊരു സാമ്പത്തിക താൽപ്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ അവർക്കും വളരാൻ സാധിക്കൂ. അതെ, അതുകൊണ്ട് അവർ നിങ്ങളെ വിജയിപ്പിക്കാൻ പരമാവധി സഹായിക്കും. അതൊരു സിമ്പിൾ ലോജിക്കാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പഠിപ്പിച്ചു തരാൻ ആളുണ്ട് എന്ന് ഉറപ്പു കിട്ടുകയാണ്. കൃത്യമായി. ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഇതിന്റെ നട്ടെല്ല്.
ഇനി സഞ്ജയ് യാദവിന്റെ വാക്കുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ടീമിന്റെ കാര്യമല്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കല്ല വിജയിച്ചത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അത് ഡയറക്ട് സെല്ലിംഗ് മോഡലിന്റെ ഏറ്റവും മനോഹരമായൊരു വശമാണ്. മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് സ്വയം വിജയിക്കുക. അദ്ദേഹത്തിന്റെ ടീമിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൽ തന്നെ 20-ലധികം ആളുകൾക്ക് സ്വന്തമായി ലക്ഷറി കാറുകളുണ്ട്. ഓൾക്കണം, അദ്ദേഹത്തിന്റെ ടീമിൽ മാത്രമാണത്. അതെ, നൂറുകണക്കിന് ആളുകൾ മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്നു. അപ്പോ ഇത് കേൾക്കുന്നൊരാൾക്ക് തോന്നുന്നതെന്താണ്? എന്റെ വിജയം മാത്രമല്ല, എന്റെ കൂടെ വരുന്നവരുടെ വിജയവും ഇവിടെ സാധ്യമാണ്. ഒരു കൂട്ടായ്മയുടെ വിജയം. അതെ, ഒരു ടീം വർക്ക്. അത് വലിയൊരു ആകർഷണമാണ്. അപ്പോ വ്യക്തിയുടെ വളർച്ച, ടീമിന്റെ വളർച്ച, ഇനി വലിയ ചിത്രത്തിലേക്ക് വന്നാല് കമ്പനിയുടെ വളർച്ച. ശരിയാണ്. വെസ്റ്റീജ് എന്ന പ്രസ്ഥാനം കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഒരു വലിയ കുടുംബമായി മാറി എന്ന് അദ്ദേഹം പറയുന്നു. 20 വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല. അത് കമ്പനിയുടെ ഒരു സ്ഥിരതയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ഇന്ന് വെസ്റ്റീജിനെ ആളുകൾക്കറിയാം. അതുമാത്രമല്ല, ഇന്ത്യയ്ക്ക് പുറത്തും ഏകദേശം 8 രാജ്യങ്ങളിൽ കൂടി വെസ്റ്റീജ് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ കമ്പനി അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നു എന്ന് കാണുന്നത് അതിലെ ഓരോ അംഗത്തിനും അഭിമാനം നൽകുന്ന കാര്യമാണ്. തങ്ങൾ ഒരു ചെറിയ സംരംഭത്തിന്റെ ഭാഗമല്ല, മറിച്ച് ആഗോളമായി വളരുന്ന ഒരു വലിയ അവസരത്തിന്റെ ഭാഗമാണ് എന്ന വിശ്വാസം വരും. ഈ വ്യക്തിഗത വിജയകഥകൾ കമ്പനിക്ക് എത്രത്തോളം പ്രധാനമാണ്? വളരെ പ്രധാനം. സഞ്ജയ് യാദവിനെ പോലുള്ളവരുടെ വിജയകഥകളാണ് പുതിയ ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഇന്ധനം. അപ്പോ അതൊരു സൈക്കിള് പോലെയാണ്. അതെ, ലീഡർമാർ വിജയിക്കുന്നു, അവരുടെ കഥകൾ കേട്ട പുതിയ ആളുകൾ വരുന്നു. കമ്പനി വളരുമ്പോൾ ലീഡർമാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. സഞ്ജയ് യാദവിന്റെ വാക്കുകളിലെ ഏറ്റവും ശക്തമായൊരു സന്ദേശം എനിക്ക് ഊഹിക്കാം. എന്നെപ്പോലെ ഒരാൾക്ക് കഴിയുമെങ്കിൽ. അതെ, എന്നെപ്പോലെ ഒരാൾക്ക് അത്ര മോശം സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഇത്രയും വലിയ വിജയം നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും അത് സാധിക്കും. ഈ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. കാരണം ഇത് വിജയമെന്നത് ആർക്കും സാധ്യമാവുന്ന ഒന്നാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. വലിയ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ ഒന്നും വേണ്ട. ശരിയായ അവസരം കണ്ടെത്തുക. അതിനുവേണ്ടി സിസ്റ്റം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ തയ്യാറാവുക. അത്രേ വേണ്ടൂ. അദ്ദേഹം തന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഭൂതകാലം മറച്ചുവെക്കുന്നില്ല, അത് തുറന്നു പറയുന്നു. അതാണ് അതിന്റെ ആത്മാർത്ഥത. അത് കേൾക്കുന്നയാൾക്ക് തന്റെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്താൻ സഹായിക്കുന്നു. എനിക്കും ഇതുപോലെ മാറാൻ കഴിയും എന്നൊരു പ്രതീക്ഷ നൽകുന്നു. അപ്പോ ഒരു ഉൽപ്പന്നത്തിലുള്ള വിശ്വാസത്തിൽ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് ഒരു സിസ്റ്റത്തിന്റെ പിന്തുണയോടെ സ്വപ്നതുല്യമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തുന്നു. കൂടെ ഒരുപാട് പേരെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു സമ്പൂർണമായൊരു യാത്രയാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ. സഞ്ജയ് യാദവിന്റെ കഥയുടെ അടിത്തറ എന്തായിരുന്നു? അത് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ കിട്ടിയ ആഴത്തിലുള്ള വ്യക്തിപരമായൊരു വിശ്വാസമായിരുന്നു. അതെ, ആ വിശ്വാസമാണ് പിന്നീട് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസമായി മാറിയത്. ചോദ്യമിതാണ്, നിങ്ങൾ ഏത് ജോലിയിലോ ബിസിനസ്സിലോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇത്തരമൊരു ആഴത്തിലുള്ള വ്യക്തിപരമായ ബോധ്യം നിങ്ങൾക്കുണ്ടോ? ആ ബോധ്യവും നിങ്ങളുടെ പ്രൊഫഷണൽ വിജയവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണ്? നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ നമ്മുടെയെല്ലാം വിജയത്തിന്റെ യഥാർത്ഥ താക്കോൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നൊരു കഥ കണ്ടെത്തുക എന്നതിലാണോ? ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് ഒരുപക്ഷേ പുതിയ ചില വാതിലുകൾ തുറന്നു തന്നേക്കാം.